ചെയ്ത തെറ്റല്ല, ശരി തന്നെയാ. നീ എന്റെ കൂടെ ലോഡ്ജിലേക്ക് വാ. നാളെ രാവിലെ രാഘവേട്ടനുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. അങ്ങേർക്ക് അത്രയ്ക്ക് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞേക്കണം. ഞാൻ മാപ്പ് പറയണം അല്ലേ? ഇത്രയൊക്കെ ആയിട്ടും ഞാൻ മാപ്പ് പറയണം അല്ലേ? ഒരച്ഛനോട് മകൻ മാപ്പ് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. വേണ്ട, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ ആരുടെ വീട്ടിലേക്കും ഇല്ല, ഒരു ലോഡ്ജിലേക്കും ഇല്ല. ഇതെന്താ ഒരു ഏകാന്ത ധ്യാനം? ഞാനിങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. അങ്ങനെ വെറുതെ ഇരിക്കണ്ട, വേഗം എഴുന്നേറ്റ് റെഡിയാവും. ഇന്ന് ഹിയറിംഗ് ഉള്ള ദിവസം. ഇതെത്ര കാലം ഇങ്ങനെ? അത് പറഞ്ഞതുകൊണ്ടായോ? കോടതി കാര്യം അത് മുറ പോലെ നടക്കും. ഈ ഒരു കേസ് മാത്രമല്ലല്ലോ മജിസ്ട്രേറ്റിന് കേൾക്കാനുള്ളത്. നാട്ടിൽ അക്രമങ്ങള്, മോഷണങ്ങള്, കവർച്ചകള് എത്ര നടക്കുന്നു. പിന്നെ തീവ്രവാദക്കാര് അവരിപ്പോ സ്വയം വാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. മനുവിന് ജോലി ശരിയായി. ലോറി ഓഫീസിൽ തന്നെ രാജശേഖര മുതലാളി വിളിപ്പിച്ചു കൊടുത്തതാ. അവന്റെ പഠിത്തം മുഴുവനായില്ല. കമ്പ്യൂട്ടർ സയൻസ് അവൻ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു. പഠിക്കാനും മെഡിസിനായിരുന്നു. പഠിക്കാൻ ഇനിയും കഴിയും. വേണമെന്നുള്ളവർക്ക് പോസ്റ്റൽ ക്ലാസ്, ഈവനിങ് ക്ലാസ്, അങ്ങനെ എന്തെല്ലാം. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ. ഇല്ലെങ്കിൽ തപാൽ മാർഗം പഠിച്ചൊരു ഡോക്ടറായി നിങ്ങളുടെ മുമ്പിൽ കിടന്ന് വിലസിയാണ്. ഏതായാലും അവിടുത്തെ കഷ്ടപ്പാടൊക്കെ ഒന്ന് തീരുമല്ലോ. എത്രാന്ന് വെച്ചാ ഇങ്ങനെ? അതെ, തീരണം. എല്ലാ കഷ്ടപ്പാടും തീരണം. ഓഹോ, കൂടെ വേറെ ആളുകളുണ്ടോ? അങ്കിള് പറഞ്ഞിട്ട് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവന്നതാ സുഗ്രീവത്തിന്. സുഗ്രീവോ? അതാര്? ആ, സുഗ്രീവം അറിയില്ലേ? അത് വെറുതെ ഒരു ഇന്റിമസിക്ക് വേണ്ടി വിളിക്കുന്നതാ. അല്ല, നിങ്ങൾക്ക് ചായ വേണോ? കിട്ടിയാ കൊള്ളായിരുന്നു. അയ്യോ, ചായപ്പൊടി തീർന്നു പോയല്ലോ. ഇനി വരുമ്പോ ഇട്ടേരാട്ടോ. എന്നാ ചായ? വേണ്ട വേണ്ട. ഓ, പുതിയ വല്ല ഗൂഢാലോചന ആയിരിക്കും. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോയേക്കാം. ഇതേതാ ഈ സാധനം? ആശാന്റെ ഒരു വത്സല ശിക്ഷയാ. വെക്കേഷൻ ചെലവിടാൻ വന്നോ? കുറുമ്പത്തിരി അധിക. ചെറുപ്പത്തിൽ നല്ല അടി കിട്ടാത്തിന്റെ ദോഷ. ഇതിനൊന്ന് അടി കിട്ടിയിട്ടും കാര്യമില്ല. അതെ, 9:30 വക്കീൽ ഓഫീസിൽ എത്തണമെന്നാ പ്രഭാരം വക്കീൽ പറഞ്ഞിരിക്കുന്നത്. റെഡിയാവും. രാജശേഖര മുതലാളിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ദൈവാധീനം, അല്ലാതെ എന്താ പറയാ. ഞാൻ ഈ വിവരം മഹേഷിനോട് പറഞ്ഞിരുന്നു. അവന് വലിയ സന്തോഷമായി. ആ പേരോട് പറയണ്ട. അയ്യോ, ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മനുവിന് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ അതിന് അവനല്ലേ ജോലി ശരിയാക്കി കൊടുത്തത്. ഇനിയിപ്പോ മീരയുടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ ഒരു സമാധാനമായി. അച്ഛനെ കൊന്ന മോന്റെ അനിയത്തിക്ക് കല്യാണം. അങ്ങനെയൊന്നും പറയരുത്. എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. മരിച്ചുപോയ നല്ല മനുഷ്യന്റെ മനസ്സ് ഇപ്പോഴും ഞങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ടാവും. അതേ ഉള്ളു സമാധാനം. ജോലിയൊക്കെ എങ്ങനെയുണ്ട് മനു? അയാളുടെ ഫ്രണ്ട്സ് ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മോട്. അയ്യോ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വെറുതെ. അങ്ങനെ വെറുതെ വരണ്ട, വേണ്ടിട്ട് വരണ്ട. മനസ്സിലായോ? മനുവിന് എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? എനിക്ക് എല്ലാവരോടും ദേഷ്യ. പോരെ, ഒന്നും കുറഞ്ഞിട്ട് ഒരു ചായ സൽക്കാരോ. ഞാൻ വന്ന് തെറ്റായി പോയി. അതെ, തെറ്റായി. സോറി. അതെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. അതും കൂടി പോയി പറഞ്ഞേക്ക് വിശ്വസ്ത സുഹൃത്തിനോട്. തിമിർത ശരിയാകുന്നില്ലല്ലോ അരുന്ധതി കുട്ടി. കുട്ടിക്കാലത്ത് മേലേടത്തിന്റെ കയ്യിൽ നിന്ന് വിരൽമുട്ടിന് ശരിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെയും തിമിർതം ശരിയാഞ്ഞിട്ട് വേണോ കൈമുട്ടിന്? അധ്വാനിച്ചു കൊട്ടണം, ധ്യാനിച്ചു കൊട്ടണം, എങ്കിലേ നാദ ശരിയാവും. പിന്നെ എത്രയെത്ര അരങ്ങുകള്, എത്രയെത്ര പുരസ്കാരങ്ങള്. ഉത്തരം തിരുനാളിന്റെ, വെള്ളാട്ടിരിയുടെ. ഇപ്പൊ ഒന്നിലും കാര്യമില്ലാണ്ടായി. സൂത്രത്തിൽ കൊട്ടുന്നവർക്കേ ഉള്ളു പ്രസിദ്ധി. ഒക്കെ ഒരു തോന്നലുണ്ടാക്കണം. കൃഷ്ണൻ നായരുടെ ഭൂതനാമോക്ഷത്തിൽ വായിച്ച മാതിരി നീ വായിക്കലുണ്ടാവോ? ഇല്ല, ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഉറങ്ങി.
നോക്കൂ, ഞാനിങ്ങനെ ഓരോ ധിക്കാരങ്ങൾ പറഞ്ഞതില് ദേഷ്യം തോന്നുന്നുണ്ടാവോ? ആരുമില്ലാത്തവളാ ഞാൻ. ആകെ ഒരു ആശ്വാസം ഇവിടെ വരുമ്പോഴാ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അച്ഛനും അമ്മയും മരിച്ചു. ഒരു കാർ ആക്സിഡന്റ്. ഞാനും കൂടെ പോണ്ടതായിരുന്നു. ഭാഗ്യം ഉണ്ടായില്ല. അവര് കുറെ സ്വത്തുണ്ടാക്കി വെച്ചിരുന്നു. അതാ ഇപ്പൊ ഒരു ഭാരമായത്. ആ, ഹരിയേട്ടനില്ലേ? ഞാൻ ദുശാസനം എന്ന് വിളിക്കുന്ന ഹരിയേട്ടൻ. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുക. എനിക്കറിയാം എന്തിനാണെന്ന്. എന്റെ സ്വത്തിന് വേണ്ടിയാ. ഏയ്, വെറുതെ തോന്നുന്നാവും. ചിലപ്പോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടാവും അയാള്. ഇല്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല. അതിപ്പോ കുറച്ചു കഴിഞ്ഞാൽ പതുക്കെ ഇഷ്ടായിക്കോളും. ഒരിക്കലും ഇഷ്ടാവില്ല. വെറുപ്പാ എനിക്ക് അയാളെ. മടിയില് കനം ഉണ്ടാകുമ്പോഴാ വഴിയില് ഭയം എന്നൊരു ചൊല്ലുണ്ട്. അരുന്ധതിയുടെ കനം സ്വത്താ, എന്റെ കനം ദുഃഖവും. അരുന്ധതി പറഞ്ഞ പോലെ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും. അരുന്ധതി പോയി കിടന്നോളൂ. ഹിയറിംഗ് കഴിഞ്ഞിട്ട് എന്തായി? ഒന്നും ആയിട്ടില്ല. സാക്ഷി വിസ്താരം തുടങ്ങിയിട്ടേ ഉള്ളൂ. 78 സാക്ഷികളുണ്ട്. എത്ര തീരുമെന്ന് ആർക്കറിയാം. സുഗ്രീവം, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വാ, അതെ, പുഴയിൽ കുളിക്കാൻ പോകാൻ സുഗ്രീവത്തിനെ കൂടെ വിളിക്കാം. വാ. അയ്യേ, ഇത് നോക്കി, സുഗ്രീവൻ ഷേവ് ചെയ്യുന്നു. ചെല്ല്. സുഗ്രീവം, 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 സുഗ്രീവം. ഇവിടെ കണ്ടുപോരുത്. ആ, അതെ, ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് പുഴയിൽ നിറയെ വെള്ളം കയറി. അത് കാണാൻ പോയിട്ട് വരുവാ. അപ്പോഴേ ഞങ്ങൾ പുഴയിൽ കുളിക്കാൻ പോവാ. വരുന്നുണ്ടോ? ഞാനെന്നും പുഴയിൽ പോയാ കുളിക്കാറ്. എന്നാ വരുന്നേ. യോ, ദേ വെള്ളം കയറിട്ടുണ്ടോ സൂക്ഷിക്കണം. എങ്ങനെയുണ്ടാവും? വെറുതെ പേടിപ്പിക്കല്ലേ. ഇതിൽ നിറഞ്ഞ പുഴയില് അക്കരയ്ക്കും ഇക്കരയ്ക്കും നീന്തി കുളിച്ച പെണ്ണാ ഈ അരുന്ധതി. പിന്നല്ലേ ഈ ഇത്തിരി പോന്ന വെള്ളം. പിന്നെ ചീങ്കണ്ണി. ഞാനൊരു തൊഴി കൊടുത്താലേ ചീങ്കണ്ണി അവിടെ പോയി കിടക്കും. ആ, അതെ, നമുക്ക് എല്ലാവർക്കും കൂടെ കുളിക്കാൻ പോവാ. വാ, വാ. എന്താ, കുളിക്കുന്നില്ലേ? ഈ വെള്ളത്തിന് നല്ല തണുപ്പാവുമല്ലേ? തണുപ്പൊന്നുമില്ല. ഭയങ്കര തണുപ്പാ. അരുന്ധതി ചേച്ചിക്ക് പുഴയിൽ കുളിക്കാൻ പേടിയല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ പിന്നെ ഇറങ്ങ്. അതെ, ഈ പുഴയിൽ ഒരു ചീങ്കൻ ഉണ്ടാവുന്ന ആ സുഗ്രീവൻ പറഞ്ഞത് നേരാ? അതൊരു ചിങ്കണി. അയ്യോ, പറ്റിച്ചേ, പറ്റിച്ചേ, പറ്റിച്ചേ.